എവരിവൺ, നമസ്കാരം. സോ ഇന്നത്തെ വീഡിയോ നമ്മുടെ MA എഡ്യൂക്കേഷനിൽ ഒരു പേപ്പറായ MA 012 എഡ്യൂക്കേഷൻ നേച്ചർ ആൻഡ് പേർപ്പസസ് എന്ന പേപ്പറിന്റെ ഒരു കോഴ്സ് ഇൻട്രൊഡക്ഷനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ കോഴ്സിന്റെ ആമുഖം എന്തൊക്കെയാണെന്നുള്ളത് നമുക്കറിയാം. സോ അതിനു മുന്നേ പ്രശസ്ത ചിന്തകനായ ജോൺ ഡ്യൂയുടെ വാക്കുകൾ നമുക്ക് നോക്കാം. എഡ്യൂക്കേഷൻ ഇസ് നോട്ട് പ്രിപ്പറേഷൻ ഫോർ ലൈഫ്, എഡ്യൂക്കേഷൻ ഇസ് ലൈഫ് ഇറ്റ്സെൽഫ്. അതായത് വിദ്യാഭ്യാസം ജീവിതത്തിനുള്ള തയ്യാറെടുപ്പല്ല, അത് ജീവിതം തന്നെയാണ്. ഈ കോഴ്സിലൂടെ നമ്മൾ വിദ്യാഭ്യാസത്തിന്റെ യഥാർത്ഥ സ്വഭാവം, അറിവിന്റെ വിവിധ സംവിധാനങ്ങൾ, തത്വചിന്തകൾ, കൂടാതെ പാഠ്യപദ്ധതി രൂപകൽപ്പന എന്നിവയെക്കുറിച്ചൊക്കെ ആഴത്തിൽ പഠിക്കുന്നു. സോ കോഴ്സിലേക്ക് നമുക്ക് പോകാം. സോ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് കോഴ്സ് സ്ട്രക്ചർ ആണ്. അതായത് കോഴ്സ് 4 ബ്ലോക്ക് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഈ 4 ബ്ലോക്കിൽ മൊത്തം 17 യൂണിറ്റ്സ് അല്ലെങ്കിൽ 17 ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ 17 പാഠഭാഗങ്ങളാണ് ഉള്ളത്. അതിൽ ഒന്നാമത്തെ ബ്ലോക്കിന്റെ പേരെന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ ബ്ലോക്ക് കോൺസെപ്റ്റ് ആൻഡ് നേച്ചർ ഓഫ് എഡ്യൂക്കേഷൻ. അതായത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ്, അതിന്റെ അർത്ഥങ്ങൾ എന്താണ്, ഇതെല്ലാമാണ് അതിൽ അറിയുന്നത്. രണ്ടാമത്തത് നോളേജ് ഇൻ എഡ്യൂക്കേഷൻ, എഡ്യൂക്കേഷനിൽ അറിവിന്റെ പ്രാധാന്യം എന്താണ്. മൂന്നാമത്തത് എയിംസ് ആൻഡ് ഗോൾസ്, അതായത് എഡ്യൂക്കേഷനിൽ ഹ്രസ്വകാല ലക്ഷ്യങ്ങളും ദീർഘകാല ലക്ഷ്യങ്ങളും ഉണ്ട് അല്ലെ, അതെല്ലാം നമുക്കറിയാം. ഈ 3 ബ്ലോക്കുകളും പഠിച്ചതിന് ശേഷം മാത്രമേ നാലാമത്തെ വളരെ പ്രധാനപ്പെട്ട ബ്ലോക്കായിട്ടുള്ള കരിക്കുലം ആസ്പെക്ട്സ്, എങ്ങനെ പാഠ്യപദ്ധതി രൂപീകരിക്കാം എന്നുള്ള ഭാഗത്തേക്കും നമുക്ക് പോകാം. സോ ആദ്യം നമ്മൾ അറിയാൻ പോകുന്നത് കോഴ്സിന്റെ ഓരോ പാഠഭാഗത്തിന്റെ പേരുകളൊക്കെയാണ്. സോ ബ്ലോക്ക് 1 ഞാൻ പറഞ്ഞതുപോലെ, ബ്ലോക്ക് 1ന്റെ പേര് കോൺസെപ്റ്റ് ആൻഡ് നേച്ചർ ഓഫ് എഡ്യൂക്കേഷൻ. അതിൽ യൂണിറ്റ് 1 വരുന്നത് കോൺസെപ്റ്റ് ഓർ മീനിങ്, അതായത് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിന്റെ മീനിങ് എന്താണ്, അർത്ഥം എന്താണ് എന്നുള്ളതാണ് ഇതിൽ വരുന്നത്. ഇനി അടുത്തത് ഫീൽഡ് ഓഫ് നോളജ്, അതായത് യൂണിറ്റ് 2 രണ്ടാമത്തെ പാഠഭാഗം പ്രതിപാദിക്കുന്നത് അറിവിനെ പറ്റിയാണ്, അറിവും വിദ്യാഭ്യാസവും പറ്റി. മൂന്നാമത്തത് പ്രതിപാദിക്കുന്നത് സ്കോപ്പ്, വ്യാപ്തം, അതായത് എഡ്യൂക്കേഷന്റെ വ്യാപ്തി എന്തോരമുണ്ട് എന്നുള്ളത് അറിയാൻ. നാലാമത്തത് ക്യാരക്ടറൈസേഷൻ, സ്വഭാവ രൂപീകരണം. അങ്ങനെ 4 പാഠഭാഗങ്ങളാണ് ഒന്നാമത്തെ ബ്ലോക്കിലുള്ളത്. രണ്ടാമത്തെ ബ്ലോക്കിലുള്ളത് നോളേജ് ഇൻ എഡ്യൂക്കേഷൻ എന്നാണ് രണ്ടാമത്തെ ബ്ലോക്കിന്റെ പേര്. അതിൽ ആദ്യം വരുന്നത് നോളേജ് എന്താണെന്നുള്ളത് അറിയണം അല്ലെ, അറിവ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞാലേ ബാക്കി മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അതുപോലെ യൂണിറ്റ് 6 പറയുന്നത് നമ്മുടെ പുരാതന ഇന്ത്യൻ അറിവിന്റെ പ്രാധാന്യം എന്താണെന്നുള്ളതാണ് നമ്മുടെ യൂണിറ്റ് 6 പറയുന്നത്. യൂണിറ്റ് 7 പാഠഭാഗം പറയുന്നത് നമ്മുടെ ഇസ്ലാമിക നോക്കിക്കാണൽ, അതായത് അറിവിനെ എങ്ങനെ നോക്കിക്കാണുന്നു ഇസ്ലാമികപരമായിട്ടുള്ള രീതിയിൽ എന്നുള്ളതാണ് ബ്ലോക്ക് 2 ലാസ്റ്റത്തെ പാഠഭാഗമായി യൂണിറ്റ് 7 പറയുന്നത്. ഇനി ബ്ലോക്ക് 3യുടെ പേരാണ് എയിംസ് ആൻഡ് ഗോൾസ് ഓഫ് എഡ്യൂക്കേഷൻ. അപ്പോൾ അതില് യൂണിറ്റ് 8 മുതൽ 12 വരെ പറയുന്നത് ഹ്രസ്വകാലവും ദീർഘകാലവുമായിട്ടുള്ള ലക്ഷ്യങ്ങളും, അതുപോലെ തന്നെ നമ്മുടെ തത്വചിന്തകരുടെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഉണ്ട് എഡ്യൂക്കേഷനിൽ, അതെല്ലാം പ്രതിപാദിക്കുന്നു. ഓക്കെ, സോ അവസാനത്തെ ബ്ലോക്കായ, അതായത് 1, 2, 3 ബ്ലോക്കുകൾ വളരെ കൃത്യമായി പഠിച്ചു പോയാൽ മാത്രമേ നാലാമത്തെ ബ്ലോക്കായിട്ടുള്ള പാഠ്യപദ്ധതി, അതായത് കരിക്കുലം ഫോർമുലേഷൻ അല്ലെങ്കിൽ ഇവാലുവേഷൻ ഒക്കെ നമുക്ക് നടത്താൻ പറ്റൂ അല്ലെ. എങ്ങനെ ഒരു നല്ലൊരു പാഠ്യപദ്ധതി രൂപീകരിക്കാം, എങ്ങനെ അത് നന്നായിട്ട് പ്ലാൻ ചെയ്ത് നമുക്കതൊന്ന് ആക്ഷൻ ആക്കി, അതായത് പ്രാവർത്തികമാക്കിയിട്ട് അത് ഇവാലുവേറ്റ് ചെയ്തെടുക്കാം എന്നതാണ് ബ്ലോക്ക് 4 പറയുന്നത്. സോ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോകാം. സോ ആദ്യത്തെ യൂണിറ്റ്, അതായത് ആദ്യത്തെ ബ്ലോക്ക് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആൻഡ് നേച്ചർ ഓഫ് എഡ്യൂക്കേഷനിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് കോൺസെപ്റ്റ് ആൻഡ് മീനിങ് ഓഫ് എഡ്യൂക്കേഷൻ. അതായത് എഡ്യൂക്കേഷന്റെ അർത്ഥം എന്താണ്, എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഏത് പദത്തിൽ നിന്നാണ് വന്നത്, അതുപോലെ തന്നെ വിവിധ സിദ്ധാന്തങ്ങളുണ്ട് വിദ്യാഭ്യാസത്തിന്റെ, അതുപോലെ വിവിധ മാതൃകകളുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ പല രീതികളുണ്ട്, ഏത് രീതിയിലൊക്കെ വിദ്യാഭ്യാസം കൊടുക്കണം എന്നുള്ളത്. അതുപോലെ ഒരു വിദ്യാസമ്പന്നനായിട്ടുള്ള വ്യക്തി എങ്ങനെയായിരിക്കണം, ഇതെല്ലാം ഈ പാഠഭാഗത്ത് പറയുന്നു. അതുകൂടാതെ ഡിസ്റ്റിങ്ഷൻസ്, അതായത് വിദ്യാഭ്യാസവും ലേണിംഗ്, പഠനവും തമ്മിലുള്ള വ്യത്യാസം, വിദ്യാഭ്യാസവും ടീച്ചിങ് തമ്മിലുള്ള വ്യത്യാസം, വിദ്യാഭ്യാസവും ട്രെയിനിങ് തമ്മിൽ, ഇങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങളും അല്ലെങ്കിൽ താരതമ്യവും ഈ ഒരു പാഠഭാഗത്ത് നമ്മൾ പഠിക്കുന്നു. രണ്ടാമത്തെ പാഠഭാഗമാണ് എഡ്യൂക്കേഷൻ ആസ് എ ഫീൽഡ് ഓഫ് നോളജ്. ഇതില് പ്രാധാന്യം കൊടുക്കുന്നത് അറിവിനും ഡിസിപ്ലിനുമാണ്. അറിവിന്റെ വിവിധ തലങ്ങളും ഡിസിപ്ലിന്റെ വിവിധ തലങ്ങളും ഇതിൽ ഡീൽ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ യുക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാടും അതുപോലെ സാമൂഹികപരമായിട്ടുള്ള കാഴ്ചപ്പാടും എങ്ങനെയാണെന്നും
ഇതിലൂടെ പ്രതിപാദിക്കുന്നുണ്ട്. അടുത്തതാണ് യൂണിറ്റ് 3. യൂണിറ്റ് 3 സ്കോപ്പ് ഓഫ് എഡ്യൂക്കേഷൻ, എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസത്തിന്റെ വ്യാപ്തിയാണ് പറയുന്നത്. ഏതൊക്കെ മേഖലയിൽ ഏതൊക്കെ രീതിയിലാണ് വിദ്യാഭ്യാസം കിട്ടുന്നതെന്ന്. ഒന്നാമത്തേത് ലേണിംഗ് എൻവയൺമെന്റ് അല്ലെ. ഓരോരുത്തരുടെയും അല്ലെങ്കിൽ ഓരോ ഘട്ടത്തിലും ലേണിംഗ് എൻവയൺമെന്റ് വ്യത്യാസമായിരിക്കാം. ഒരു കുഞ്ഞ് ജനിക്കുന്നത് അല്ലെ കുടുംബത്തില് അല്ലെ ഇൻഫോർമൽ, അതാണ് ഇൻഫോർമൽ വിദ്യാഭ്യാസം. അതായത് കുഞ്ഞ് ജനിക്കുന്നു, ആ കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന പഠനം കാര്യങ്ങളും ഇൻഫോർമലിൽ വരുന്നു. അല്ലെ ഫോർമൽ വിദ്യാഭ്യാസം സ്കൂളിൽ നിന്നൊക്കെ കിട്ടുന്ന വിദ്യാഭ്യാസം അല്ലെ, കുഞ്ഞ് സ്കൂളിലേക്ക് പോകുന്നു, അതാണ് ഫോർമൽ വിദ്യാഭ്യാസം. അതുപോലെ നോൺ ഫോർമൽ, അതായത് ഈ സാക്ഷരത പഠന ക്ലാസ്സുകളൊക്കെ ഈ നോൺ ഫോർമലിൽ വരും. ഇനി അടുത്തത് മേജർ ഫോക്കസ് ഓഫ് എന്ത്, നമ്മൾ ചില ആൾക്കാരൊക്കെ എന്തിനു വേണ്ടിയാണ് പഠിക്കുന്നത്, പല രീതികൾ അല്ലെ, അതായത് പല ഫോക്കസ് ഉണ്ടാവും, പല ലക്ഷ്യങ്ങൾ ഉണ്ടാവും. ഒന്നാമത്തെ കാര്യം ലിബറൽ, ജസ്റ്റ് അറിവിന് വേണ്ടി പഠിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ പ്രൊഫഷണൽ, എന്തെങ്കിലും ഒരു ജോലി സംബന്ധമായിട്ട് പഠിക്കുന്നത്. വൊക്കേഷണൽ, പഠനവും ജോലിയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ആ ഒരു പാഠ്യപദ്ധതി. അതുപോലെ ടെക്നിക്കൽ, സാങ്കേതിക വിദ്യ. സോ ഇതിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള പഠനങ്ങളും ഉണ്ട്. അത് കഴിഞ്ഞ് മോഡ് ഓഫ് പ്രൊവിഷൻ, ഏത് രീതിയിലൊക്കെ നമുക്ക് പഠനം നടത്താം, മുഖാമുഖം അല്ലെ, ഫേസ് ടു ഫേസ് പഠനം സ്കൂളില്, അങ്ങനെയുള്ളതൊക്കെ നമുക്ക് മുഖാമുഖമാണ് അല്ലെ, എക്സാമ്പിൾ പറയാണ്. അതുപോലെ ഡിസ്റ്റൻസ് ലേണിംഗ് അല്ലെ, വിദൂര വിദ്യാഭ്യാസം അല്ലെ, അത്. പിന്നെ അതുപോലെ വിദൂര വിദ്യാഭ്യാസത്തിന് നമ്മുടെ ഇന്ത്യയിലുള്ള പ്രാധാന്യവും ഇതില് പറയുന്നുണ്ട്. ഇതാണ് സ്കോപ്പ് ഓഫ് എഡ്യൂക്കേഷനിൽ പറയുന്നത്. അടുത്തത് യൂണിറ്റ് 4, അവസാനത്തെ ബ്ലോക്ക് 1 അവസാനത്തെ പാഠഭാഗമായ ക്യാരക്ടറൈസിങ് എഡ്യൂക്കേഷൻ. അതായത് ഒരു കുഞ്ഞ് ജനിക്കുന്നത് മുതൽ അവനെ വളർത്തിയെടുക്കുന്നത് ഏത് രീതിയിലാണ്, അതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പാഠഭാഗമാണിത്. ആ കുട്ടി വളർന്നു വലുതാകുന്നു, സോഷ്യലൈസേഷൻ നടക്കുന്നു അല്ലെ, സ്വന്തം എൻകൾച്ചറേഷൻ, അതായത് സ്വന്തം കൾച്ചർ സ്വായത്തമാക്കുന്നു, അക്കൾച്ചറേഷൻ മറ്റ് കൾച്ചേഴ്സ് സ്വാംശീകരിക്കാനായിട്ട് നോക്കുന്നു. അതുപോലെ തന്നെ ഡിഫറെന്റ് കൾച്ചറൽ ഡൈവേഴ്സിറ്റീസിനെ, നമ്മുടെ ഈ ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ള വിവിധ തരത്തിലുള്ള സാംസ്കാരിക ഡൈവേഴ്സിറ്റി അല്ലെ, വ്യത്യാസങ്ങളെ കുട്ടി പഠിക്കുന്നു. അതുപോലെ ഡിസൈറബിൾ ബിഹേവിയർ, അതായത് ഒരു കുഞ്ഞിന്റെ നല്ല സ്വഭാവം മാത്രം വളർത്തിയെടുക്കുക, ചീത്ത സ്വഭാവത്തെ നമ്മൾ എൻകറേജ് ചെയ്യാതിരിക്കുക അല്ലെ, അതെല്ലാം. അതുപോലെ ടോട്ടൽ ഡെവലപ്മെന്റ്, വിദ്യാഭ്യാസം നൽകുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് യുക്തിപരമായിട്ടും വൈകാരികപരമായിട്ടും അതുപോലെ ബുദ്ധിപരമായിട്ടും അല്ലെ, കായികപരമായിട്ടുമുള്ള ഒരു മൊത്ത വികാസത്തെയാണ് വിദ്യാഭ്യാസം. അപ്പൊ ഇതെല്ലാം, അതായത് ഒരു കുഞ്ഞ് ജനിക്കുന്ന മുതൽ അവന്റെ ആകമാനം വിദ്യാഭ്യാസത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ക്യാരക്ടറൈസിങ് എഡ്യൂക്കേഷനിൽ പറയുന്നത്. അടുത്തത് നമ്മൾ ബ്ലോക്ക് 2 സഞ്ചരിക്കുകയാണ്, നോളജ് ഇൻ എഡ്യൂക്കേഷൻ അല്ലെ. അതിൽ ആദ്യത്തെ, അതായത് യൂണിറ്റ് 5 ആദ്യത്തെ പാഠഭാഗമാണ് കോൺസെപ്റ്റ് ആൻഡ് നേച്ചർ ഓഫ് നോളജ്. അതായത് അറിവ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ, അറിവ് എന്താണ്, വിവിധ തലങ്ങൾ എന്താണ് അറിവിന്റെ, അതുപോലെ വിവിധ സിദ്ധാന്തങ്ങൾ എന്താണ്, ഇതെല്ലാം ഇതിലൂടെ അറിയാൻ സാധിക്കും. പിന്നെ അറിവിന്റെ ഉറവിടങ്ങൾ, അതുപോലെ അറിവ് നമുക്ക് ഏത് രീതികളിലൊക്കെ ഉപയോഗിക്കാം, അറിവ് ക്ലാസിഫൈ ചെയ്യാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജന്തുക്കളെ പറ്റി നമുക്കറിയാം അല്ലെ, അങ്ങനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം, ഇത് ജന്തുവർഗമാണ്. അപ്പൊ അതൊക്കെ നമ്മൾ ഇതിൽ പഠിക്കുന്നുണ്ട് കോൺസെപ്റ്റ് ആൻഡ് നേച്ചർ ഓഫ് നോളജിൽ. അടുത്ത ബ്ലോക്ക് 2 യൂണിറ്റ് 6 രണ്ടാമത്തെ പാഠഭാഗമാണ് ഏൻഷ്യൻ ഇന്ത്യൻ കോൺസെപ്റ്റ്. അതായത് നമ്മുടെ പുരാതന ഇന്ത്യയിൽ ഒരുപാട് കോൺസെപ്റ്റ് ഉണ്ട്, ഓർത്തഡോക്സും ഹെറ്ററോഡോക്സും. അതായത് വേദവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പഠനം, അതുപോലെ തന്നെ ഹെറ്ററോഡോക്സ്, അതുപോലെ യുക്തിപരമായിട്ടുള്ള പഠനങ്ങൾ, ഇതെല്ലാം ഡീൽ ചെയ്യുന്നുണ്ട് പുരാതന ഇന്ത്യയിൽ. അതുപോലെ തന്നെ പ്രമാണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഴ്സ് ഓഫ് നോളജ്, അതായത് എവിടെ നിന്നാണ് നമുക്ക് അറിവ് കിട്ടുന്നത് എന്നുള്ളതാണ് പ്രമാണയിൽ പറയുന്നത്. അതുപോലെ ജ്ഞാന തിയറീസ്, അതുപോലെ ഒരുപാട് തിയറീസ് ഉണ്ട് അല്ലെ, ബുദ്ധിസ്റ്റ് തിയറി, ജൈനിസ്റ്റ് തിയറി, ഇതെല്ലാം ഇതിൽ ഡീൽ ചെയ്യുന്നു. അതുപോലെ ഈ പ്രമാണാസ്, നമ്മുടെ സോഴ്സ് ഓഫ് നോളജ് എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്, നമ്മുടെ എഡ്യൂക്കേഷനിൽ വിദ്യാഭ്യാസത്തിൽ സോഴ്സ് ഓഫ് നോളജിന് ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളതും കൂടി പഠിക്കുന്നു. അപ്പൊ ഇതിൽ കുറെ ഏൻഷ്യൻ, നമ്മുടെ പുരാതന ഇന്ത്യയിൽ വരുന്ന കോൺസെപ്റ്റ്സ് ആണ് ഡീൽ ചെയ്യുന്നത്. ഒരുപാട് പേരുകളും പദങ്ങളും ഒക്കെ പഠിക്കാനുണ്ട്. ഓക്കെ, യൂണിറ്റ് 7 അതായത് നമ്മുടെ ഇസ്ലാമിക കാഴ്ചപ്പാട്, അറിവിലേക്കുള്ള ഇസ്ലാമിക കാഴ്ചപ്പാട് ആണ് ഇതിൽ പറയുന്നത്. അതായത് ഫണ്ടമെന്റൽ ലിബറൽ ദർശനം, അതുപോലെ തന്നെ അടിസ്ഥാനപരമായിട്ടുള്ള ദർശനങ്ങളെല്ലാം ഇതിൽ പറയുന്നുണ്ട്. പിന്നെ എങ്ങനെ നമുക്ക് നമ്മുടെ അറിവിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാം എന്നുള്ള രീതിയും ഇതിൽ പറയുന്നുണ്ട്. മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് നോളേജ്, പിന്നെ ഈ ടൈപ്സ് ഓഫ് സോഴ്സസ്, അല്ലെങ്കിൽ വിവിധ തലങ്ങളുണ്ട്. അതായത് ഫിലോസഫിക്കൽ ആൻഡ് പ്രൊഫറ്റിക്കൽ അല്ലെ, അതായത് പലതരത്തിലുള്ള മധ്യകാല ഇസ്ലാമിക വിദ്യാഭ്യാസം, അതായത് നമ്മുടെ ഇന്ത്യയുടെ സംസ്കാരത്തെയും വിദ്യാഭ്യാസ സംവിധാനത്തെയും സ്വാധീനിച്ചു കൊണ്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ഇതിൽ ഡീൽ ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത്
അടുത്തതാണ് എയിംസ് അല്ലെ, ലക്ഷ്യങ്ങൾ. ഞാൻ പറഞ്ഞതുപോലെ ദീർഘകാല ലക്ഷ്യങ്ങളും ഹ്രസ്വകാല ലക്ഷ്യങ്ങളും ഉണ്ട്. എയിംസ് എന്ന് പറഞ്ഞാൽ ദീർഘകാല ലക്ഷ്യം, ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഹ്രസ്വകാല ലക്ഷ്യങ്ങൾ. ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ ഡീൽ ചെയ്യുന്നത്, നമ്മുടെ ബേസിസ് ഓഫ് എഡ്യൂക്കേഷണൽ എയിംസിൽ ഡീൽ ചെയ്യുന്നത്. സോ ഇതില് അതുപോലെ തന്നെ ഡിസ്റ്റിങ്ഷൻസ്, എയിംസും ഒബ്ജക്റ്റീവ്സും തമ്മിലുള്ള ബന്ധങ്ങൾ, അതുപോലെ തന്നെ റിലേഷൻസ്, വിദ്യാഭ്യാസത്തിലെ ടാക്സോണമി, അതായത് വിദ്യാർത്ഥികളുടെ പഠന ഫലങ്ങൾ തിരിച്ചറിയാനായിട്ടൊക്കെ സഹായിക്കുന്നു. അതുപോലെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ, അതായത് നമ്മുടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നമ്മുടെ ഈ എഡ്യൂക്കേഷണൽ എയിംസിന് എന്തോരം പ്രാധാന്യമുണ്ട്, ഈ ലക്ഷ്യങ്ങൾക്ക് എന്തോരം പ്രാധാന്യമുണ്ടെന്ന് കൂടി ഇതിലൂടെ പറയുന്നു. അതായത് ഇന്ത്യൻ ദർശനത്തിൽ അല്ലെ, ഇതിനൊക്കെ എന്തോരം പ്രാധാന്യമുണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നു. അടുത്തത് ഇന്ത്യൻ ഫിലോസഫിക്കൽ ട്രഡീഷൻ, എങ്ങനെ കുഞ്ഞുങ്ങളെ വളർത്താം അല്ലെ, അതുപോലെ പരമാർത്ഥിക് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലോകം അല്ലെങ്കിൽ ലൗകികമായിട്ടുള്ള ലോകം, ഇതിനെ പറ്റിയൊക്കെ താരതമ്യം ചെയ്ത് പഠിക്കുന്നു. അതുപോലെ തന്നെ ഉപനിഷത്തുകൾ, അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം, അതായത് ഉപനിഷത്തുകൾ മനുഷ്യനെ 5 കോശങ്ങളായിട്ട് കാണുന്നു എന്നൊക്കെ പറയും. അതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് ഇതിൽ പഠിക്കാൻ സാധിക്കുന്നു. അതുപോലെ ജെയിൻ ഫിലോസഫിയും ബുദ്ധിസ്റ്റ് ഫിലോസഫി, അതായത് അഷ്ടാംഗ മാർഗവും ഇതിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അടുത്തത് യൂണിറ്റ് 10 അല്ലെ, വെസ്റ്റേൺ തോട്ട്, പാശ്ചാത്യ ചിന്താഗതിയാണ്. അതായത് ഈ ബ്ലോക്കിൽ നാം പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് വിദ്യാഭ്യാസത്തിന്റെ വിവിധ ലക്ഷ്യങ്ങളെ കുറിച്ചും ആണ്. സോ ഇതില് ഐഡിയലിസം ഉണ്ട്, റിയലിസം ഉണ്ട്, നാച്ചുറലിസം ഉണ്ട്, പ്രാഗ്മാറ്റിസം ഉണ്ട്. ഇവയെല്ലാം വിദ്യാഭ്യാസത്തിന്റെ സ്വഭാവത്തെ എങ്ങനെ നിർവചിക്കുന്നു, എങ്ങനെ അതൊക്കെയാണ് നമ്മൾ ഇതിൽ പരിശോധിക്കുന്നത്. അതായത് ചിന്തയും പ്രയോഗവും തമ്മിലുള്ള വ്യത്യാസമാണ് ഇതിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത്. അടുത്തത് യൂണിറ്റ് 11, അതായത് മോഡേൺ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് അല്ലെ, അതായത് നമ്മുടെ ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴുള്ള ഇന്ത്യ, അതായത് ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരുന്നപ്പം 1813ലും 1854ലും എന്താണ് സംഭവിച്ചത്, വിദ്യാഭ്യാസത്തിൽ വന്ന മാറ്റങ്ങൾ. അപ്പം ഈ കൊടുത്തിരിക്കുന്ന വർഷങ്ങളിൽ വിദ്യാഭ്യാസത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളാണ് ഇതിൽ മെയിനായിട്ട് പ്രതിപാദിക്കുന്നത്. അതുപോലെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം എന്തൊക്കെ വിദ്യാഭ്യാസ മാറ്റങ്ങൾ ഉണ്ടായി, എഡ്യൂക്കേഷൻ കമ്മീഷൻസ് വന്നു അല്ലെ, നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ വന്നു, NCF വന്നു, ഇതെല്ലാമാണ് ഇതിൽ ഡീൽ ചെയ്യുന്നത്. ഇനി അടുത്തത് യൂണിറ്റ് 12, അതായത് മോഡേൺ തിങ്കേഴ്സ്, അതായത് നമ്മുടെ ഇന്ത്യൻ തിങ്കേഴ്സ് ഉണ്ട്, രവീന്ദ്രനാഥ് ടാഗോർ, മഹാത്മാഗാന്ധി, ജെ കൃഷ്ണമൂർത്തി, ഗിജുഭായ് ബദേക, ഇവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻസ് എന്താണ്, ഈ ചിന്തകരുടെയൊക്കെ കോൺട്രിബ്യൂഷൻസ് എന്താണ്. അതുപോലെ പാശ്ചാത്യ ചിന്തകരെ പറ്റി ജോൺ ഡ്യൂയി, എൻ വൈറ്റ് ഹെഡ്, ബർട്ടൺ ആൻഡ് റസ്സൽ, ഇവരെയൊക്കെ പറ്റിയാണ് നമ്മൾ മെയിനായിട്ട് ഇതില് പഠിക്കുന്നത്. ഇനി മീനിങ് ആൻഡ് കോൺസെപ്റ്റ്, അതായത് ഇനി നമ്മൾ പ്രധാനപ്പെട്ട ഭാഗത്തേക്കാണ് കടക്കുന്നത്. അതായത് 4ാമത്തെ ബ്ലോക്കായ കരിക്കുലം ആൻഡ് വേരിയസ് ആസ്പെക്ട്സിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഓക്കെ, അതായത് ഒരു നല്ല കരിക്കുലത്തിന് വ്യക്തമായ ഘടനയും നടപ്പാക്കാനായിട്ടുള്ള രീതിയും വിലയിരുത്തൽ സംവിധാനവും വേണം അല്ലെ, എന്നാലല്ലേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കരിക്കുലം ഉണ്ടാക്കാൻ പറ്റൂ. കാലാനുസൃതമായി കരിക്കുലം മാറുന്നു, അധ്യാപകന്റെ പങ്കും അതിൽ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. സോ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഏതാണ്, അതായത് വിദ്യാഭ്യാസത്തിന്റെ ഹൃദയം ലക്ഷ്യങ്ങളാണെങ്കിൽ അതിന്റെ ശരീരം കരിക്കുലമാണ്. ഓക്കെ, സോ ഇതിൽ ഒരുപാട് ഡെഫിനിഷൻസും കാര്യങ്ങളും പറയുന്നുണ്ട്, ഒരുപാട് അപ്രോച്ചസ്, അതായത് ഡെഫിനിഷൻസ് പറയുന്നുണ്ട്. അതായത് ആദ്യം നമ്മൾ കരിക്കുലം എന്താണെന്ന് അറിയണം അല്ലെ, പാഠ്യപദ്ധതി എന്താണെന്ന് അറിയണം, അതിന്റെ അർത്ഥം അറിയണം. അപ്പൊ അതൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അപ്രോച്ചസ്, ഡിഫറെന്റ് അപ്രോച്ചസ് ഉണ്ട്, അതായത് ബിഹേവിയറൽ, റാഷണൽ ഉള്ള അപ്രോച്ചസും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ മറ്റ് ആസ്പെക്ട്സ്, ഫീൽഡ് ഓഫ് സ്റ്റഡി, അധ്യാപകന്റെ റോള് അല്ലെ, പങ്ക്, ഇതെല്ലാം ഇതിലൂടെ പറയുന്നുണ്ട്. ഇനി ഫൗണ്ടേഷൻസ്, അപ്പൊ നമുക്ക് ഒരു ഒരു കരിക്കുലം ഉണ്ടാക്കാനായിട്ട് ഒരു ഫൗണ്ടേഷൻ, അടിസ്ഥാനം വേണം അല്ലെ. സോ അത് 3ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫിലോസഫിക്കൽ, അതായത് നമ്മുടെ ചിന്തകരുടെ കോൺട്രിബ്യൂഷൻസ് നമ്മൾ എടുത്തുകൊണ്ട് അതിൽ നിന്ന് പാഠ്യപദ്ധതി രൂപീകരിക്കാം. അതുപോലെ സോഷ്യോളജിക്കൽ, നമ്മുടെ സമൂഹത്തെ മുൻനിർത്തി അല്ലെങ്കിൽ സമൂഹത്തിൽ വരുന്ന മാറ്റങ്ങൾ അതൊക്കെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് പാഠ്യപദ്ധതിയുടെ അടിസ്ഥാനം ഉണ്ടാക്കാം. സൈക്കോളജിക്കൽ, അതായത് ഒരുപാട് പഠന സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെ, അതുപോലെ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്, അതായത് ഒരു ഭാഗത്ത് പഠിച്ചത് മറ്റൊരു ഭാഗത്ത് ഉപയോഗിക്കുക. അതുപോലെ മനുഷ്യന്റെ പ്രധാന
നീഡ്സ് അല്ലെ, ഇതെല്ലാം വെച്ചുകൊണ്ടാണ്, ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എന്തുണ്ടാക്കാൻ പാടുള്ളൂ, പാഠ്യപദ്ധതി രൂപീകരിക്കാൻ പാടുള്ളൂ. അപ്പൊ ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളാണ് യൂണിറ്റ് 14 പറയുന്നത്. ഇനി യൂണിറ്റ് 15 കരിക്കുലം പ്ലാനിങ്. അതായത് കരിക്കുലം ഈ മേഖല നാഷണൽ, സ്റ്റേറ്റ്, സിസ്റ്റം വൈഡ്, ഇൻസ്റ്റിറ്റ്യൂഷൻ, ടീച്ചർ, ടീം ഓർ ഇൻഡിവിജ്വൽ, അങ്ങനെ ഓരോ ഫീൽഡ് അല്ലെങ്കിൽ ഓരോ ലെവലിലും എങ്ങനെയാണ് നമ്മുടെ പാഠ്യപദ്ധതി പ്ലാൻ ചെയ്യുന്നതെന്ന് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കും. അതുപോലെ ചട്ടക്കൂട്, ഇങ്ങനെ ഒരു ചട്ടക്കൂട് അല്ലെ ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കാം വിത്ത് തിയറീസ്, സിദ്ധാന്തങ്ങളൊക്കെ ഉപയോഗിച്ച് എങ്ങനെ ആദ്യം ഒരു ഔട്ട്ലൈൻ, ഒരു പ്ലാനിങ് ഉണ്ടാക്കണം അല്ലെ, ഇത് ഉണ്ടാക്കുന്നതിന് മുന്നേ. അതുപോലെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ഒരു ചട്ടക്കൂട് അല്ലെങ്കിൽ ഒരു പാഠ്യപദ്ധതിക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുമ്പോൾ ഒരുപാട് ഇഷ്യൂസ് വരാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് അല്ലെ. ഇറലവന്റ് കരിക്കുലം, അതായത് ഒരു റിലവന്റ് അല്ലാത്ത കരിക്കുലം, അതായത് ഒട്ടും അതായത് കാലഹരണപ്പെട്ടത് അല്ലെങ്കിൽ നിലവിലെ ആവശ്യങ്ങളിൽ അനുയോജ്യമല്ലാത്ത കരിക്കുലം പാഠ്യപദ്ധതി നമ്മൾക്ക് ഇങ്ങനെ നല്ല രീതിയിൽ ഒഴിവാക്കിയെടുക്കാം. അല്ലെങ്കിൽ എമോജിങ് കരിക്കുലം, പുതിയ കാലഘട്ടത്തിനനുസരിച്ച് ഒരു കരിക്കുലം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഭാവി പ്രവണതകൾ അതായത് ഫ്യൂച്ചർ ട്രെൻഡ്സ്, വരും കാലത്തിലെ സാങ്കേതിക വിദ്യകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ കരിക്കുലം നമുക്ക് പ്ലാൻ ചെയ്യാം, ഇതൊക്കെയാണ് ഇതിൽ പ്രതിപാദിക്കുന്ന കാര്യങ്ങൾ. അടുത്തത് യൂണിറ്റ് 16, അതായത് ഡിസൈനിങ് ആൻഡ് ഡെവലപ്മെന്റ്. നമുക്ക് എങ്ങനെ ഡിസൈൻ ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അതായത് നമ്മൾ ഈ കരിക്കുലം ഇനി പ്ലാൻ ഒക്കെ ചെയ്തു, ഇനി നമ്മൾ അതിന്റെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാണ് അല്ലെ. അപ്പോൾ നമ്മൾ ഏതൊക്കെ സോഴ്സസ് നോക്കണം, നമ്മുടെ സയൻസ്, അതുപോലെ തന്നെ സൊസൈറ്റി, സമൂഹം, ശാസ്ത്രം, നമ്മുടെ അറിവ്, ലേണർ, പഠിതാവ് അല്ലെ, ഇവരുടെയൊക്കെ ബേസിസിലായിരിക്കണം എന്തുണ്ടാക്കേണ്ടത്, നമ്മുടെ കരിക്കുലം പാഠ്യപദ്ധതി ഉണ്ടാക്കേണ്ടത്. അതുപോലെ പരിമാണങ്ങൾ ഉണ്ടല്ലേ, ഡയമെൻഷൻസ് ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതായത് ഇതിന്റെ വ്യാപ്തി, ഏകീകരണം, അതിന്റെ കണ്ടിന്യൂറ്റി, അതായത് സീക്വൻസ്, ക്രമബദ്ധത അല്ലെ, എല്ലാം വേണം, കണ്ടിന്യൂറ്റി വേണം, ഒരു ബാലൻസ് വേണം, ഇതെല്ലാം ഇതിലൂടെ പ്രതിപാദിക്കുന്നുണ്ട്. അടുത്തത് മോഡൽസ് അല്ലെ. മോഡൽസിൽ പറയുന്നത് നമുക്ക് പല മോഡൽസും എടുക്കാം ഇതില്. ടെക്നിക്കൽ രീതിയിലും, അതായത് ശാസ്ത്രീയമായിട്ടുള്ള മാതൃകകൾ എടുക്കാം, നോൺ ടെക്നിക്കൽ മാനവികത മാതൃകകളും എടുക്കാം. അതുപോലെ ബേസിക് ടാസ്ക്, നമ്മൾ ഇത് ഉണ്ടാക്കുമ്പോൾ ഉള്ള ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് ഈ ലെവൽസ്, തത്വചിന്ത, അതുപോലെ ആവശ്യങ്ങള്, ലക്ഷ്യങ്ങള്, ഉള്ളടക്കം, അനുഭവങ്ങൾ, മൂല്യനിർണ്ണയം, ഇങ്ങനെ ഈ 6 ലെവൽസും കറക്റ്റായിട്ട് പോയിട്ടുണ്ടോ എന്നുള്ളത് നോക്കേണ്ടത്, അതാണ് ഏറ്റവും വലിയ ടാസ്ക് എന്നതാണ് ഇതിൽ പറയുന്നത്. അടുത്തത് യൂണിറ്റ് 17 കരിക്കുലം ഇവാലുവേഷൻ. കരിക്കുലം ഉണ്ടാക്കിയാൽ മാത്രം പോരാ അല്ലെ, അത് ഇവാലുവേറ്റ് ചെയ്യണം അല്ലെ, മൂല്യനിർണ്ണയം നടത്തണം അല്ലെ. നമ്മൾ ഉണ്ടാക്കിയ ഒരു കരിക്കുലം അതെങ്ങനെ മൂല്യനിർണ്ണയം നടത്താം എന്നുള്ളതാണ് ഈ പാഠ്യഭാഗത്ത് പറയുന്നത്. ഡിഫറെന്റ് അപ്രോച്ചസ് പറയുന്നുണ്ട്, സയന്റിഫിക് വേഴ്സസ് ഹ്യൂമനിസ്റ്റ്, അതായത് ശാസ്ത്രീയമായ കണക്കുകളെ അടിസ്ഥാനമാക്കിയുള്ള രീതിയും പിന്നെ മാനുഷികമായ അനുഭവങ്ങളെ നിർത്തിയുമുള്ള രീതിയിൽ നമുക്ക് മൂല്യനിർണ്ണയം നടത്താം. അല്ലെങ്കിൽ പാഠ്യപദ്ധതിയുടെ ഉള്ളടക്കം പരിശോധിച്ചിട്ടോ അല്ലെങ്കിൽ അതിന്റെ ഫലം, റിസൾട്ട് നോക്കിയിട്ടോ മൂല്യനിർണ്ണയം നടത്താം. അല്ലെങ്കിൽ ഫോമേറ്റീവ് വേഴ്സസ് സമ്മേറ്റീവ്, അതായത് പാഠ്യപദ്ധതി നടപ്പിലാക്കുന്ന സമയത്തുള്ള പരിശോധനയും അത് കഴിഞ്ഞിട്ടുള്ള പരിശോധനയും നമുക്ക് നടപ്പിലാക്കാം. അത് കഴിഞ്ഞ് നമ്മൾ മാതൃകകളാണ് നോക്കുന്നത്. മാതൃകകൾ അതായത് വളരെ നല്ല മാതൃകകൾ എന്ന് പറയുമ്പോൾ ഈ പേരുകൾ കേൾക്കുമ്പോൾ നമ്മൾ ഒരിക്കലും കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ല. മെറ്റ്ഫസൽ, മൈക്കൽ എന്ന് പറയുന്ന മോഡൽ, അതായത് നമ്മൾ നിശ്ചയിച്ച ലക്ഷ്യങ്ങൾ എത്തിച്ചേർന്നോ എന്നുള്ള നോക്കാനുള്ള മാതൃകകൾ. കോൺഗ്രുവൻസി, കണ്ടിജൻസി, അതായത് പഠിപ്പിച്ചതും എന്താണ്, ആ ലേണർ അതായത് പഠിതാവ് പഠിച്ചത് എന്താണ്. ഡിസ്ക്രിപ്പൻസി, അതായത് നമ്മൾ കരുതിയ ഫലം, റിസൾട്ട് കിട്ടിയോ എന്നുള്ളത് നോക്കുന്നത്. CIPP അപ്രോച്ച്, കണോഷർഷിപ്പ് എന്നുള്ളതെല്ലാം ഇതിലൂടെ നോക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത് പ്രോസസ് അല്ലെ. ഇതിൽ വിവിധ പ്രോസസ്സുകളുണ്ട് അല്ലെ. അതായത് മൂല്യനിർണ്ണയത്തിനുള്ള വിവിധ ഘട്ടങ്ങളുണ്ട്. വാലിഡിറ്റി നോക്കണം, റിലയബിലിറ്റി നോക്കണം അല്ലെ, വിശ്വാസ്യത നോക്കണം, നിഷ്പക്ഷമായിരിക്കണം അല്ലെ. ഇതെല്ലാം ഇതിലൂടെ നോക്കുന്നുണ്ട് നമ്മൾ കരിക്കുലം ഇവാലുവേഷൻ. ഇനി സെഷൻ റീക്യാപ്പ് അല്ലെ. നമ്മൾ ഇതെല്ലാം കഴിഞ്ഞു, നമ്മളിപ്പം ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. വിദ്യാഭ്യാസം എന്താണ്, വിദ്യാഭ്യാസത്തിന്റെ അർത്ഥം മുതൽ അറിവെന്താണ്, അതെല്ലാം പഠിച്ചു. നമ്മുടെ പുരാതന ഇന്ത്യയിലെ കാര്യങ്ങള്, നമ്മുടെ എന്താ പറയാ, നമ്മുടെ ഇസ്ലാമികപരമായുള്ള അറിവിനെ നോക്കിക്കാണലുകള്, പിന്നെ നമ്മുടെ ഇന്ത്യൻ തിങ്കേഴ്സിനെ പറ്റി, അതുപോലെ പാശ്ചാത്യ തോട്ട്, പാശ്ചാത്യ ചിന്തകര്, അവരുടെ കോൺട്രിബ്യൂഷൻസ്, ഇതെല്ലാം നമ്മൾ പഠിച്ചു അല്ലെ. ഇനി നമ്മൾ ലാസ്റ്റ് ബ്ലോക്കിൽ പഠിച്ച പാഠ്യപദ്ധതിയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ വിദ്യാഭ്യാസം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു
പഠനമല്ല, അത് ഒരു വ്യക്തിത്വത്തിന് നിർമ്മിക്കുന്ന ഒന്നാണ് അല്ലെ. സോ പാഠ്യപദ്ധതി വെറും വിഷയങ്ങളുടെ പട്ടികയോ അല്ലെങ്കിൽ അതൊരു തലമുറയെ രൂപപ്പെടുത്തുന്ന ഒരു കാര്യമോ അല്ലെ, ഒരു കാര്യമാണ്, ഒരു മാർഗരേഖ പോലെയാണ് നമുക്കത്. സോ അതിനാൽ ഈ കോഴ്സ് നമ്മെ ഒരു നല്ല അധ്യാപകനായിട്ടോ അല്ലെങ്കിൽ ഒരു നല്ല ചിന്തിക്കുന്ന വിദ്യാഭ്യാസ പ്രവർത്തകനായിട്ടോ മാറ്റട്ടെ എന്ന് അതിയായി ആഗ്രഹിക്കുകയാണ്. സോ ഇനി മുന്നോട്ട് പോകുമ്പോൾ ഈ ആശയങ്ങളെ വെറും സിദ്ധാന്തമായിട്ട് മാത്രം കാണാതെ നമ്മുടെ അധ്യാപനത്തിൽ ഉപയോഗിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക എന്നുള്ളത്. സോ ലാസ്റ്റ് വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു യാത്രയാണ് അല്ലെ. സോ ഈ കോഴ്സ് ആ ഒരു യാത്രയ്ക്ക് ഒരു നല്ലൊരു ദിശാബോധം നൽകും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ ഈ ഒരു സെഷൻ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.